നായകൻ കെ.എം. മാണിക്ക് അന്ത്യനിദ്ര നൽകാൻ പാല ഒരുങ്ങിക്കഴിഞ്ഞു. പാലായുടെ സ്വന്തം മാണി സാറിന്റെ സ്വന്തം ഇടവക പള്ളിയായ സെന്റ് തോമസ് കത്തീഡ്രലിൽ കുടുംബക്കല്ലറ തയ്യാറാക്കി കഴിഞ്ഞു. പാലായുടെ മുഖമായ വലിയ പള്ളി എന്നറിയപ്പെടുന്ന കത്തീഡ്രലുമായി ജനിച്ച നാൾ മുതൽ അഭേദ്യ ബന്ധമാണ് കെ.എം. മാണിക്ക്. വലിയ വിശ്വാസിയായ മാണി സാർ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്നും സജീവമായിരുന്നു. പാലാ നഗരത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ ജൂബിലി പെരുന്നാളിൽ എന്നും മുന്നിൽ നിൽക്കാൻ കെ.എം. മാണി ഉണ്ടായിരുന്നു. ഒടുവിൽ തന്നെ സ്നേഹിച്ചവരെ വിട്ടുപിരിഞ്ഞ് താൻ ഏറെ സ്നേഹിച്ച പള്ളിയിൽ അദ്ദേഹത്തിന് അന്ത്യനിദ്ര. പാലാ വലിയ പള്ളിയിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഉൾപ്പെടെ സംസ്കരിച്ച കല്ലറയിലാണ് അദ്ദേഹത്തിന് വിശ്രമം. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ അധികായന് ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. കോട്ടയം തിരുനക്കരയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നഗരത്തിന്റെ മുഴുവൻ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി ഇന്നു രാവിലെയാണ് ഭൗതിക ശരീരം പാല കരിങ്ങോഴയ്ക്കൽ വീട്ടിലേക്ക് എത്തിയത്. കെ.എം. മാണി തന്നെ കാണാനെത്തുന്നവരെയെല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ച ഓഫീസ് മുറിയിലാണ് അദ്ദേഹത്തിന് ഇടമൊരുക്കിയത്. രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമൊക്കെ അണമുറിയാതെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പാലാ രൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ വീട്ടിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തി. കെ.എം. മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിന്റെ സ്വദേശമായ പാലായിലെത്തിയത് രാവിലെ 7:10 ഇന്നലെ അർദ്ധരാത്രി 1 മണിയോടെയാണ് വിലാപയാത്ര രാഷ്ട്രീയ തട്ടകമായ കോട്ടയം നഗരത്തിലെത്തിയത്. ജനബാഹുല്യം നിമിത്തം നിശ്ചയിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് വിലാപയാത്ര പാലയിലെത്തിക്കാനായത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 100 കണക്കിന് പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ സ്വദേശമായ പാലായിലേക്കുള്ള യാത്രയിൽ വഴിയിലുടനീളം വൻ ജനാവലിയാണ് കാത്തുനിന്നത്. നെട്ടൂർ, മരട്, തൃപ്പൂണിത്തറ, ഉദയംപേരൂർ, കാണാക്കാരി, ഏറ്റുമാനൂർ, കോട്ടയം, മരങ്ങാട്ടുപള്ളി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. അതുകൊണ്ടാണ് വിലാപയാത്ര ഇത്ര വൈകിയതും. ജന്മദേശമായ പാലായിൽ ഇന്ന് വൈകിട്ട് 3-നാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. കുട്ടിയമ്മ 1-ാം ഭാര്യയാണെങ്കിൽ പാല 2-ാം ഭാര്യയാണ്. കെ.എം. മാണിയുടെ പാലയെക്കുറിച്ചുള്ള വിശേഷണമാണിത്. അങ്ങനെയെങ്കിൽ പാലയ്ക്കെന്നും ഒരു നായകനേയുള്ളൂ. അത് കരിങ്ങോഴയ്ക്കൽ മാണി അഥവാ കെ.എം. മാണിയാണ്. പാല നിയോജക മണ്ഡലം രൂപീകൃതമായ അന്നു മുതൽ ഇന്നുവരെ പാലയ്ക്ക് ഒരു പ്രതിനിധിയുള്ളൂ. ഒരു MLA മാത്രമേ ഉള്ളൂ. അത് പാലായുടെ സ്വന്തം മാണി സാർ തന്നെ. മറ്റാരെയും പാലാക്കാർ ഇതുവരെ ഇവിടെ നിന്ന് ജയിപ്പിച്ചിട്ടില്ല. അതാണ് പാലയും മാണിയും തമ്മിലുള്ള ആത്മബന്ധം. വിവാദങ്ങൾ പലത് വന്നുപോയി. രാഷ്ട്രീയ കൊടുങ്കാറ്റ് അന്വേഷിച്ചു. പക്ഷേ പാലായുടെ മനസ്സ് മാണിക്കൊപ്പം അടിയുറച്ചു നിന്നു. ഒരു മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ അവിടെ മത്സരിക്കുക, എല്ലാ തിരഞ്ഞെടുപ്പും വിജയിച്ച് MLA ആയി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക. മറ്റൊരു ജനപ്രതിനിധിക്കും അവകാശപ്പെടാനില്ലാത്ത അസൂയാവഹമായ റെക്കോർഡ് മാണിക്ക് മാത്രം സ്വന്തം. കേരളമാകെ ഇടതുകാറ്റ് ആഞ്ഞുവീശിയിട്ടും പാലായിൽ മാണി കുലുങ്ങിയിട്ടില്ല. അതാണ് പാലാക്കാർ മാണിക്കും മാണി തിരികെ നൽകിയതുമായ സ്നേഹം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.